Hello guys, hi, welcome back to my YouTube channel. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ റെസ്യൂം ചെയ്താലും കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പേരെന്തായിരുന്നു? വേൾഡ് ഓഫ് പാഷൻ. അത് റെസ്യൂം ചെയ്യാൻ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മടിയായതുകൊണ്ടും പിന്നെ എനിക്കൊന്നും കണ്ടൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടുമാണ് ഞാൻ ഇതുവരെയായിട്ടും തുടങ്ങാഞ്ഞത്. പിന്നെ ഒത്തിരി പേരൊന്നും പറഞ്ഞത് ഞാൻ പറയുന്നില്ല. കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചി അവളും പറയുന്നുണ്ടായിരുന്നു, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തുകൂടെ, റെസ്യൂം ചെയ്തുകൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് മടിയായതുകൊണ്ടും ഞാൻ ചെയ്തില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബാൽക്കണിയിലാണ്. ഒരു മിനിറ്റ്, ഇവിടെ കുറച്ച് നോയ്സൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളം കിടക്കുകയാണ്, മഴയൊക്കെ പെയ്തിട്ട്. കാണിച്ചു തരാം ഒരു മിനിറ്റ്. ദിസ് ഈസ് മൈ ഹോം. മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുവാണ് വെള്ളമൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് നോയ്സ് ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കുകയാണ് വീട്ടിൽ. കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു 4 വർഷം മുന്നെയാണ്. 4 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഞാനന്ന് 10th വെക്കേഷനോ +1 കയറിയ ടൈമോ എന്തോ ആയിരുന്നു. ലോക്ക്ഡൗൺ വന്ന സമയത്ത്, കൊറോണ വന്ന സമയത്താണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു കൗതുകത്തിന് തുടങ്ങിയ ചാനലാണ്. അത് കണ്ടൻറ്റൊന്നും വലുതായിട്ടൊന്നും ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഒരു രസത്തിന് തുടങ്ങിയതാണ്. ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ രസത്തിന് തുടങ്ങിയ സാധനമാണ്. പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങി, എക്സാംസും സംഭവങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു വീഡിയോ. പക്ഷേ അതൊന്നും അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളതോ, ആ നോയ്സൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണം, സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളോ ഒന്നും അല്ലായിരുന്നു. 10th ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് BTech 4th ഇയർ. ഓക്കെ, ഞാൻ പഠിക്കുന്നത് സെയിൻറ്റ് കിറ്റ്സിലാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഈസി എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അത്ര ഈസി ഒന്നും അല്ല, എന്നാലും പേരങ്ങനെയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഞാൻ 10th നിന്ന് ഇപ്പോൾ BTech 4th ഇയർ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അത് ഒരു ലോട്ട് ഓഫ് ഡിഫറൻസ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത്. ഓക്കെ, അതൊക്കെ ഞാൻ വഴി ഇങ്ങനെ പറഞ്ഞുതരാം. മെയിനായിട്ടൊരു ചേഞ്ച് വെച്ചാൽ അപ്പിയറൻസിലുള്ള ചേഞ്ച് ഞാൻ പറയാം. മുടി വെട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ലെയറാണ് അടിച്ചത്. പിന്നെ ഇപ്പം ഞാൻ വൃത്തിയായിട്ടൊന്നും സൂക്ഷിക്കാത്തതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അല്ലേ, ഇങ്ങോട്ട് വരുമ്പം സെറ്റാക്കാം. കുറച്ച് കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കാണാനിരിക്കുകയാണ് നിങ്ങൾ. എന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. ഓരോ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് കണ്ട് മനസ്സിലാക്കുക. ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. സ്ഥലം ഞാനിപ്പോൾ പറയുന്നില്ല, അടുത്ത ദിവസങ്ങളിലായിട്ടത് പറയാം. പിന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് വീട്ടിൽ, അതും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഈ വീഡിയോസായിട്ട് കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഇത് കുറേ നാളായി ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട്. സപ്പോർട്ട് അവർ ചാനൽ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.